കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം. കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് ഓഫീസിലെ ഹോംഗാർഡായ മുണ്ടക്കയം കരിനിലം സ്വദേശി കല്ലുകുന്നേൽ KS സുരേഷാണ് മരണപ്പെട്ടത്. രാവിലെ 11 മണിയോടെ മുണ്ടക്കയം അസംബനിയിലായിരുന്നു സംഭവം. വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു കിടന്ന മരം മുറിച്ച് മാറ്റുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, അപകടത്തിലേക്ക് നയിച്ചത് എന്താണ്? മുറിച്ചു മാറ്റുന്നതിനിടെയാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. ഈ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് സുരേഷിന്റെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഓടി മാറാനുള്ള ശ്രമം നടന്നിരുന്നെങ്കിലും പക്ഷെ അത് വിഫലമായി. ഈ ദേഹത്തേക്ക് തന്നെ ഈ വൈദ്യുതി പോസ്റ്റ് വീഴുകയായിരുന്നു ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ മരണം സംഭവിക്കാനുണ്ടായത് വാരിയല്ലുകൾ, ഈ വീഴ്ചയിൽ വാരിയല്ലുകൾ തകർന്നതാണ് മരണകാരണമായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാരിയല്ലുകൾ ആന്തരിക അവയവങ്ങളിലേക്ക് തുളച്ചു കയറി മരണം സംഭവിക്കുകയാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. 11 മണിയോടെയാണ് മുണ്ടക്കയം അസംബനിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവത്തിൽ കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് ഓഫീസിലെ ഹോംഗാർഡ് ആയിട്ടുള്ള മുണ്ടക്കയം കരിനിലം സ്വദേശിയായിട്ടുള്ള കല്ലുകുന്നേൽ KS സുരേഷാണ് മരണപ്പെട്ടത്. ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പരിശോധിക്കണമെന്ന് ഇതോടൊപ്പം തന്നെ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ ഏതെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണോ ഇത്തരത്തിൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് എന്നെല്ലാം പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിട്ടുള്ളത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നു. ഒരു തൊഴിലാളി മരണപ്പെട്ടിരിക്കുന്നു. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം. കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് ഓഫീസിലെ ഹോംഗാർഡായ മുണ്ടക്കയം കരിനിലം സ്വദേശി കല്ലുകുന്നേൽ KS സുരേഷാണ് മരണപ്പെട്ടത്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.